റൈറ്റ്. അങ്ങനെ സ്റ്റൈൽ മന്നനിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മലയാളികൾക്ക് കൂടി പ്രിയപ്പെട്ട താരങ്ങളായ, എന്നാൽ അങ്ങനെ ഒരു വലിയ താരപദവിയൊന്നും ഇല്ലാത്ത ചില താരങ്ങൾ കൂടിയുണ്ട്. അവരും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതിൽ ചില പേരുകൾ കൂടിയാണ് വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആർ ശരത് കുമാർ എന്നതാണ്. നിരവധി മലയാള സിനിമകളിൽ അടക്കം കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്നത് ഓർത്തെടുക്കാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ DMK-യിലൂടെ ആണ് കടന്നു വന്നത്, പിന്നീട് AADMK-യുടെ ഭാഗമാകുന്നു. ഒപ്പം പാർട്ടിയിൽ നിന്ന് തള്ളപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം ആയിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ സമത്വ മക്കൾ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. എന്നാൽ കാര്യമായ ചലനമൊന്നും പിന്നീട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കിരൺ, എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ ശരത് കുമാറിനൊക്കെ ശരത് കുമാർ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിൽ വന്നു, രൂപീകരിച്ചു. അതിനപ്പുറത്തേക്ക് ശരത് കുമാറിന് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ അല്ലെങ്കിൽ ഒരു കരുത്തനായിരുന്നത് DMK-യുടെയും കരുത്തനായിരുന്നു DMK-യുടെ കാലത്ത്. ADMK-യിൽ അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം ADMK-യിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചത്. DMK-യിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടൊക്കെ അദ്ദേഹത്തിന് നിൽക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും സമത്വ മക്കൾ പാർട്ടി, മക്കൾ എന്ന പ്രയോഗമുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു, ദ്രാവിഡം മക്കൾ. എന്തായാലും നമുക്ക് ഇനി പരിചയപ്പെടുത്തേണ്ടത് മറ്റാരെയുമല്ല, ഖുശ്ബു സുന്ദർ എന്ന ഖുശ്ബു ഖാൻ എന്ന് നേരത്തെ ഉണ്ടായിരുന്ന പേര്, അത് പിന്നീട് ഖുശ്ബു സുന്ദർ എന്ന് മാറ്റി. പക്ഷേ ഖുശ്ബു എന്ന പേര് മാത്രം മതി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ. അത് വളരെ വിചിത്രമായ രാഷ്ട്രീയ യാത്ര കൂടിയാണ്. ഏതാണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടത് എല്ലാ മുന്നണിയുടെയും ഭാഗമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഖുശ്ബു DMK-യുടെ ഭാഗമായിരുന്നു. കരുണാനിധിയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു സിനിമ നടി കൂടിയായിരുന്നു. തമിഴ്നാട്ടിൽ ഖുശ്ബുവിന് വേണ്ടി അമ്പലമൊക്കെ തമിഴ്നാട്ടുകാർ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയൊക്കെ അധികം ഈ ഒരു വനിത ഒരു നായിക നായിക എന്ന നിലയിൽ തമിഴ്നാട്ടിൽ ഈ നായകന്മാരെ പോലെ ആരാധകരുണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത് ഖുശ്ബുവാണ്. എന്നുവെച്ചാൽ ആ തരത്തിൽ സിനിമ ഒരുപാട് നായികമാർക്ക് അങ്ങനെ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ താരാരാധനയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന, ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ആൾ ഖുശ്ബു ആയിരുന്നു. DMK-യുമായി ഏറെക്കാലം ബന്ധമുണ്ടായിരുന്നു. കരുണാനിധിയുമായി ഉള്ള അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഖുശ്ബു തെറ്റുന്നു. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് പാർട്ടി മാറി കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ വക്താവായിട്ടൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്ത് നിന്നു. അങ്ങനെ കോൺഗ്രസ് വലിയ ആവേശപൂർവ്വം സ്വീകരിച്ചാണ് ഖുശ്ബുവിനെ. പക്ഷേ ഖുശ്ബു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് BJP-യിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഖുശ്ബുവിനും അങ്ങനെ ഒരു നടി എന്ന നിലയ്ക്ക് ഒരു കാലത്ത് തമിഴ് സിനിമയുടെ അഭിവാജ്യ ഘടകമൊക്കെ ആയിരുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് ഈ പാർട്ടികളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പാർട്ടികളിലൊക്കെ പ്രധാന സ്ഥാനം ലഭിച്ചു എന്നതിനപ്പുറത്തേക്കും ഖുശ്ബുവിനും അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഒന്നും ഉണ്ടാക്കാനോ ചലനം ഉണ്ടാക്കാനോ ഒന്നും കാര്യമായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പേര് അത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമാണ്. പക്ഷെ ആ പേര് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കുമരേശൻ ദുരൈസ്വാമി എന്നതാണ് ആ രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ സിനിമാ താരത്തിന്റെ പേര്. പക്ഷേ ആ പേര് മലയാളികൾ പരിചിതമാകുന്നത് നെപ്പോളിയൻ എന്ന പേരിലൂടെയാണ്. നെപ്പോളിയനെ പറയേണ്ടതില്ല. ഒരുപക്ഷെ മലയാളിക്ക് ഇത്രയും കരുത്തനായ ഒരു വില്ലൻ കഥാപാത്രം ആ കാലഘട്ടത്തിൽ സമ്മാനിച്ച മറ്റൊരു ആളല്ല, മറ്റൊരു താരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും DMK-യുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ ആൾ ആണ്. പക്ഷേ DMK-യിലെ തന്നെ പടലപ്പിണക്കങ്ങളെ തുടർന്ന് അഴഗിരിയുടെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു, BJP-യിലേക്ക് എത്തുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. 2009-ൽ കേന്ദ്ര മന്ത്രിയായിരുന്ന ആളാണ്. അഴഗിരിയുടെ ഒരു സ്വന്തക്കാരൻ ആയിരുന്നു അദ്ദേഹം. അഴഗിരിയുടെ നോമിനിയും ഒക്കെ ആയിട്ട് ആ തരത്തിലേക്കാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ തന്നെ എത്തുന്നത്. പക്ഷെ പിന്നീട് അഴഗിരിക്ക് പാർട്ടിയിലുള്ള സ്ഥാനമൊക്കെ, അഴഗിരിയും സ്റ്റാലിനും തമ്മിൽ അധികാര തർക്കമൊക്കെ ഉണ്ടാവുകയും സ്റ്റാലിന്റെ പൂർണ്ണമായും മധുര കേന്ദ്രീകരിച്ച് അഴഗിരിക്കായിരുന്നു വലിയ ശക്തിയുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അഴഗിരിയുടെ നിൽക്കാനുള്ള സ്റ്റാലിനാണ് കരുണാനിധിയുടെ പിൻഗാമിയായി വന്നത്. അങ്ങനത്തെ കരുണാനിധി കൃത്യമായി പ്രഖ്യാപനം നടത്തി അങ്ങനെ മരണത്തിന് മുമ്പൊന്നും വെച്ചില്ലെങ്കിലും അവസാന സമയത്ത് അദ്ദേഹം സ്റ്റാലിനൊപ്പം തന്നെയായിരുന്നു നിലപാടുകൾ സ്വീകരിച്ച്. അഴഗിരി അപ്രസക്തനായി പോവുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് നെപ്പോളിയനെതിരെ DMK-യിൽ നടപടിയൊക്കെ ഉണ്ടായിട്ടാണ് നെപ്പോളിയൻ പുറത്തു പോകേണ്ടിയും ഒക്കെ വന്നത്. എന്തായാലും അദ്ദേഹത്തിനും ആ കാലത്ത് നിന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ഒരു വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും ഇവരൊക്കെ ഓരോ